ഭൗത്യത്തിൻ്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീചേട്ടത്തി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എന്താ വിക്രം ഇതൊക്കെ? അപ്പം വിക്രം പറയുകയാണ്, ശ്രീചേട്ടത്തി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ശ്രീചേട്ടൻ അപ്പം രാവിലെ ആ കണ്ട വീഡിയോ അതാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല ശ്രീചേട്ടത്തി. ഞാൻ അപ്പം വിക്രം അതിൻ്റെ സത്യാവസ്ഥ പറയുകയാണ്. അങ്ങനെ കോളേജിൽ ചെല്ലുമ്പോൾ 3-4 പിള്ളേർ ഒരു പെണ്ണിനോട് അവമര്യാദയായി പെരുമാറുന്നു. അപ്പം അത് കണ്ടുവരുന്ന വിക്രമന് ആകപ്പാടെ ദേഷ്യമാവുന്നുണ്ട്. അതിലൊരുത്തൻ്റെ പേര് സച്ചി എന്നാണ്. അപ്പം നീ ഞങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് പെണ്ണിനെ ഭീഷണിപ്പെടുത്തി പെണ്ണിനെ കിസ് ചെയ്യാനൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടാണ് വിക്രം ഇടപെടുന്നത്. അപ്പം അങ്ങനെ ആ പ്രശ്നത്തിലേക്ക് വിക്രം ഇടപെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ ആര് ഇവളുടെ ലോക്കൽ ഗാർഡിയനാണെന്ന് ചോദിച്ചിട്ട് കോളറിൽ പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഉന്തുമൊക്കെ ആവുകയാണ് ചെയ്യുന്നത്. അവനിട്ട് നല്ല രീതി വിക്രം അടി കൊടുക്കുകയാണ്. ഇത് ആരോ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് കണ്ടതെന്ന് ശ്രീചേട്ടത്തിയോട് പറയുകയാണ്. അപ്പോൾ ശ്രീചേട്ടത്തി പറയുന്നത്, ശരി എങ്കിൽ ഇതിൻ്റെ കാര്യം നീ എന്താ അച്ഛനോട് പറയാഞ്ഞത്? വിക്രം നാളെ അച്ഛനോട് പറയാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായപ്പം പിന്നെ കാണിക്കുന്നത് വേദയും ശ്രീചേട്ടത്തിയാണ്. അപ്പം വേദ ചോദിക്കുന്ന, പിറ്റേന്ന് നേരം വെളുത്തപ്പം അച്ഛനോട് പറഞ്ഞോ? പക്ഷേ അപ്പം ശ്രീചേട്ടത്തി പറഞ്ഞ്, പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ, പക്ഷേ അത് നടന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വീണ്ടും ശ്രീജ കഥ പറയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ പിള്ളേർ വരുന്നു. പിള്ളേർ വന്നിട്ട് വിക്രമിനെ അന്വേഷിച്ച്. അപ്പം ഞാൻ അവിടെ നിന്ന് വിക്രമിനെ വിളിച്ച്. അപ്പം വിക്രം ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇന്നലെ നിനക്ക് കുറച്ച് കാശ് തന്നിരുന്നല്ലോ, അതിന് പകരമായിട്ടുള്ള സാധനം എടുക്കാൻ പറയും. അപ്പം വിക്രം ചോദിക്കും, ആഹാ നീയൊക്കെയാണോ എൻ്റെ ബാഗിൽ കഞ്ചാവ് വെച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്ന, പൈസ വാങ്ങിച്ചിട്ട് നീ എങ്ങനെയാണോ അവിടെ സംസാരിക്കുന്നത് ചോദിച്ച് വിക്രമുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു. ഇത് കേട്ടുകൊണ്ട് വന്ന അച്ഛന് ഇതിനകത്ത് ഏറി ഇടപെടുകയും അവന്മാർ അച്ഛനെ പിടിച്ച് തള്ളുകയും ചെയ്യുന്ന. അച്ഛൻ അങ്ങനെ താഴെ വീണു. ഇത് കണ്ട വിക്രം എന്ത് ചെയ്തു, അവിടെ കിടന്നിട്ട് വടിയെടുത്ത് അവന്മാരെല്ലാം അടിച്ചോട്ടിക്കുകയാണ്. അപ്പം അച്ഛൻ താഴെ വീണെങ്കിൽ അച്ഛൻ ശ്രദ്ധിച്ചത് വിക്രം അവരെ അടിച്ചൊട്ടിക്കുന്നതാണ്. അപ്പം വിക്രം ഓടി വന്ന് അച്ഛനെ പിടിക്കാൻ വന്നപ്പം അച്ഛനത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് കമലയോട് പറയുന്നത്, കണ്ടോ നിൻ്റെ മോൻ ഈ കാണിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് വിക്രം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ 2 ദിവസത്തേക്ക് വിക്രം വീട്ടിലോട്ട് വന്നതേ ഇല്ലായിരുന്നു. അപ്പം 2 ദിവസം കഴിഞ്ഞ് ഞാനാണെങ്കിൽ വിശ്വട്ടനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അവനൊരു കൂട്ടുകാരൻ്റെ കൂടെ ഹോസ്റ്റലാണെന്നും അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നെയും അവൻ കോളേജിൽ പോകാൻ തുടങ്ങി. എന്നിട്ടും ചെറിയ ചെറിയ പല കേസുകളുണ്ടായി. ഞങ്ങളുടെ നിർബന്ധപരം അച്ഛൻ പോയി ആ കേസിൽ നിന്നൊക്കെ അവനെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരോ അടിപിടി കേസുകൾ അവരായിട്ട് വിക്രമൻ്റെ സൈഡ് തെറ്റില്ലെങ്കിൽ പോലും മറ്റേ എതിർ ഗ്യാങ് ഇവനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ കുടുക്കിക്കൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവുമായിട്ട് പിടിച്ചപ്പം അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ നിർബന്ധം പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ട് ജാമ്യത്തിന്. പക്ഷേ ആ പ്രാവശ്യം ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പം അത് കഴിഞ്ഞപ്പം അങ്ങനെ മാഷ് വന്ന് കമലയുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ വിധി ഇതായിപ്പോയി, നമ്മളിതെല്ലാം സഹിച്ചേ പറ്റൂ, ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് മാഷ് വളരെ വിഷമത്തോടെ കമലാമ്മയെ പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ വേദ ചോദിക്കുകയാണ്, എന്നിട്ട് പിന്നെന്തായി ശ്രീചേട്ടത്തി? അങ്ങനെ അവസാനം അച്ഛൻ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളിനെ കാണാൻ തീരുമാനിച്ചു. കാരണം വിക്രം ഇതിനു മുമ്പ് അങ്ങനെയൊന്നും പോയിട്ടുള്ള ആളല്ലല്ലോ. ഈ മറ്റൊരു ഗ്യാങ് കാരണമല്ലേ ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നതെന്ന് ഒരു തോന്നലിൽ പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പം പ്രിൻസിപ്പാൾ പറയുകയും ചെയ്ത്, ഇതിനു മുമ്പ് നല്ല മാർക്കോടെ കോളേജിലേക്കൊരു റാങ്ക് പ്രതീക്ഷിച്ച ആളാണ് വിക്രമിന് ഇതെന്ത് പറ്റി? അപ്പോൾ അച്ഛൻ പറയുകയാണ്, മറ്റേ സച്ചിയുടെ ഗ്യാങ്ങാണ് ഇതിനെല്ലാം കാരണമെന്നും അവരെയാണ് ഓരോ പ്രശ്നം ഉണ്ടാക്കി വിക്രമിനെ അകത്താക്കുന്നതെന്നും അച്ഛൻ പറയുകയും ചെയ്തു. അപ്പം പ്രിൻസിപ്പളാണ്, അവരെ പലവട്ടവും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്, പക്ഷേ നമുക്ക് മുകളിൽ ആളുണ്ടല്ലോ, അപ്പോൾ അവർ വീണ്ടും തിരിച്ചു കയറും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.